Hey guys, good morning. എഴുന്നേറ്റ് ഗുരുജി കണ്ടെത്തുന്ന സാധനമൊക്കെ തീർന്നു, ചായയൊക്കെ തീർന്നു. ഞാനിപ്പം ഗുരുജിൻ്റെ മറ്റേ സമ്പത്ത് ഹാളിലാണ് ഞങ്ങൾ കിടക്കുന്നത്. സെറ്റപ്പം സോ ഞങ്ങൾ 1 മണിക്കാണ് പോകുന്നത് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം സമയം 1:30. എന്നിട്ട് പല്ലേക്കണം, പിന്നെ ഇറങ്ങി നടക്കണം. നല്ല തണുപ്പുണ്ട്, തണുപ്പിന് മാത്രം ഒരു കുറവില്ല. നമുക്ക് 10:30ക്കാണ് ബസ്സുള്ളത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. 1 മണി നട്ടുച്ച 1 മണിയായിട്ടൊരു തണുപ്പിന് മാത്രം ഒരു കുറവില്ല. അടിപൊളി ചായ ആയിരുന്നു കേട്ടോ, സംഭവം വേറെ ലെവലായിരുന്നു. ഗുരു ഡയറക്റ്റ് വന്ന് തന്ന ചായ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇനി വേറെ പണിയൊന്നുമില്ല, ഇറങ്ങുക, നടക്കുക, പിന്നെ 10 ബസ് കയറുക, കാസർഗോഡ് ഇടുക. ദാറ്റ്സ് ഇറ്റ്, ടുഡേയ്സ് പ്ലാൻ. പിന്നെ കുറച്ച് ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ, കഴിച്ചത് പുറത്തു കൊടുക്കണതാണ്, അത് തിരക്കുള്ളതാ. 3 ദിവസമായി ரொம்ப ദാഹിക്കുന്നുണ്ട്. സോ ഞങ്ങളിപ്പോൾ ഇതാ അവിടെ സ്ട്രീറ്റിലൂടെ നടന്നു പോവാണ്. സോ ദിസ് ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക്. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. സ്ട്രിങ്, ദിസ് ഈസ് സ്ട്രിങ് ഗായ്സ്. സോ കുടിക്കുന്നത് നല്ല ദാഹിക്കുന്നുണ്ട്. ഇപ്പോൾ ചായ കുടിക്കാനുള്ള വലിയ മൂടൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ള മൈൻഡിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ദ സ്ട്രീറ്റ് ഗായ്സ്. ബ്രോ ഗായ്സ്, എല്ലാവരും എന്നെ തന്നെയാണ് മെയിൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ ഡ്രസ്സിങ് കണ്ടിട്ട് ഓർക്കൊന്നും പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് ട്രൈ ദിസ് ഔട്ട്. സോ ഗായ്സ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു പട്ടിക്കാട്ടിൽ കൂടെ നമ്മളെ ഗൂഗിൾ മാപ്പ് കൊണ്ടുപോകുന്നുണ്ട്. അയ്യോ, ആശം പട്ടം പറത്തി കളിക്കുന്നു. ഏതൊരു കുറുക്ക് വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ ഭയങ്കര അവസ്ഥയാണ് കേട്ടോ. ഇങ്ങോട്ടോ ഓടാ പാത്നേ, ദേ പട്ടി വരുന്നു എൻ്റെ മോനെ. ഇവിടെ എന്തറാ വഴി കാണിക്കുന്നേ? ഇതിലടാ വഴി മണ്ട, വഴിയില്ല. വഴിയുണ്ടളിയാ നോട്ടെ, ആർക്കറിയാം, ദൈവത്തിനറിയാം. എടാ അടി കിട്ടൂടാ അളിയാ. നീ വെറുതെ ഇങ്ങനെ വലിച്ചോണ്ട് ഞാൻ പിന്നീട് സംസാരിച്ചോണ്ടിരിക്കല്ലേ? എടാ അവളോട് വഴി ചോദിക്കട്ടെ, വഴി തെറ്റാണ് പിന്നെ ചുമ്മാ. സ്റ്റിൽ വാക്കിംഗ് ഗായ്സ്, നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്ഥലത്തില്ല. നമുക്ക് ഇനി അറൗണ്ട് ഒരു 10 to 15 കിലോമീറ്റേഴ്സ് ഇനി എടുക്കും നമുക്ക് ബസ് സ്റ്റോപ്പിൽ. ആക്ച്വലി നമ്മുടെ ബസ് നമുക്ക് 10 o'clock വരുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങനെ ഇറങ്ങി നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിങ്ങനെ വരാന്നുള്ളൊരു മൈൻഡിൽ. സോ വി ആർ ജസ്റ്റ് വാക്കിംഗ്. പാം പാം പാം. So these are the 2 idiots that I'm sharing with my trip. This is a very exciting food and this one is okay but not good. He's spending some too much bad on me and some spending some very dark moments. You know that stuff. Yeah man, what's it? This is his brother actually. He just invited him to the trip and he's making the trip very bad. No, not me. Look at guys, something is coming man. Hey, kaadichu tookru vanda. Varanda. Enda ponne. Yo. Other black. Black is looking very devil man. Ado pare, patiya. Hey, super kanda. നല്ലസ്ഥലം കാണാൻ, വെരി ഡെഡ്ലി. സൂപ്പർ മച്ചാ, വിടലേശാണ്. അത് ആശം വല്ല ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ തീർന്ന്.
എടാ അതൊക്കെ പഴയ സാധനമാണ്, അതിലൊന്നും ഒരു കാര്യമില്ല. നീ പറയും പട്ടി സ്നേഹം കൊണ്ടാ വാലാട്ടുന്നത്, ആ ഉണ്ടയാ. ഈ പട്ടികൾ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടു. എന്നാൽ നിനക്കൊരു കുണ്ടിയറില്ല. പണ്ട് ആൾക്കാർ പറയുന്ന വിശ്വാസം പറഞ്ഞിട്ട് പട്ടീൻ്റെ മുമ്പിലേക്ക് ചെന്നിട്ട് വേറെ സാധനമുണ്ട്. ആനയുടെ മുമ്പിൽ ഇങ്ങനെ ധൈര്യത്തോടെ പിടിച്ചിരുന്നാൽ ആന ഒന്നും ചെയ്യില്ലാണ്. ഇവർ ആന അടിച്ച് തൂക്കിയിട്ട് പോകും. പട്ടി വാലാട്ടുന്ന കൊണ്ടൊന്നുമല്ല, പൂച്ച വാലാട്ടുന്ന ശരിയാ. ഈ ഓരോ അന്ധവിശ്വാസങ്ങളും കൊണ്ട് ഇറങ്ങിയേക്ക. സോ ഗായ്സ്, നമ്മളിവിടെ ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ കുറച്ച് നേരം ചില്ലൗട്ട് ചെയ്ത് നമ്മൾ കുറച്ച് മിച്ചർ സാധനങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ മെല്ലെ ഇരുന്ന് കഴിച്ച് നമ്മൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോകുന്നുള്ളൂ. നമുക്ക് അറൗണ്ട് 10:30 കണ്ടാണ് ട്രെയിൻ ബസ്സുള്ളത്. സോ കൺഫേം ആയിട്ടുണ്ട്. സോ നമ്മൾ 10:30 ആകുമ്പോഴേക്കും നമുക്ക് വണ്ടി കിട്ടും. സോ അതുവരെ നമുക്ക് ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നല്ല സമയമുണ്ട്, സമയം ഇഷ്ടം പോലെ ഉണ്ട്. സോ മെല്ലെ പോയാൽ മതി. സോ ഇവിടെ ഒരു പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളിക്കും എന്താ നടന്നു വരുന്നു. സൂപ്പർ സ്ഥലമാണ് കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റി. ഇരിക്കാൻ പറ്റുമോ കേട്ടോ? ഹൗ ഡു ഐ ലുക്ക്? നമ്മുടെ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ സമയം ഈവനിങ് ആണ്. അന്തരീക്ഷം കണ്ടോ, രാവിലെ വെളുപ്പിനായുള്ളൊരു അന്തരീക്ഷമാണ്. സൺ ഇപ്പോഴും അവിടെയാണ്. ശരിക്കും നമുക്ക് ഈവനിങ് ഒക്കെ ഈ സൈഡിലല്ല സണ്ണ് വരാം. ഇതവിടെയാണ് സണ്ണുള്ളത്. ഇതാ അവിടെ കറക്റ്റ് ഇവിടെ വാ. പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗിൻ്റെ ആ ഒരു അനുഭവമാണ്. ഈവനിങ് ആയാലും നല്ല തണുത്തൊരു അന്തരീക്ഷം, സ്ട്രെസ്സൊന്നുമില്ല, നല്ല കൂൾ പീസ് മോഡ്. വളരെ ബ്യൂട്ടി മാൻ. ഇനി നമ്മൾ കസോളിൽ പോകണം. മലാന, മണാലി. ഇറ്റ്സ് ആൻ അമേസിങ് ജേർണി മാൻ. ലെറ്റ്സ് സീ. അങ്ങനെ ഞങ്ങൾ പാർക്ക് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ സമയം 5 മണിയായി. ഇനി ഇവിടുന്ന് ഒരു 4 hours ട്രാവൽ. 4 hours 2 മണിക്കൂറിൽ, അതായത് അറൗണ്ട് ഒരു 9 to 2 kilometers ഇവിടുന്ന് നടന്നു പോകണം. നടന്നാലേ നമുക്ക് നമ്മുടെ ബസ് ഉള്ള സ്ഥലത്തേക്ക് പോകണം. ചെറിയ ദൂരമുള്ളൂ. നല്ല തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലോണം മരയ്ക്കുന്നുണ്ട്. നല്ല ഫ്രീസിങ് ആയിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് നല്ല തണുപ്പ് വരുന്നുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ ഇല്ല കേട്ടോ, സൂര്യനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ സൂര്യനൊക്കെ പോയി. സൂര്യൻ 4 മണി 5 മണി ആയപ്പോഴേക്കും സൂര്യൻ പോയി. സൂര്യനൊന്നും ഇല്ല കേട്ടോ. അന്തരീക്ഷമൊക്കെ നല്ല കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നു. പക്ഷേ നല്ല തണുപ്പുണ്ട് സ്റ്റിൽ. അവിടെ എത്തുമ്പോൾ എന്താ അവസ്ഥ എന്നൊരു പിടുത്തമില്ല. ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. 2 റൗണ്ടുണ്ട്. എൻ്റെ ബാഗൊക്കെ മൊത്തം കീറിപ്പോയി. ചെറിയൊരു നൂല് സൂചി നൂലും കിട്ടായിരുന്നു, നൈസിൽ കെട്ടായിരുന്നു വിചാരിച്ചു. പക്ഷേ സൂചി നൂലും തപ്പിയിട്ട് കിട്ടിയില്ല. യാ ലെറ്റ്സ് സീ. സോ ബസ്സിൽ പോകണം. അവിടുന്ന് നേരെ കസോളിൽ ചെന്നിട്ട് എന്താ പരിപാടി എന്നൊരു പിടുത്തമില്ല. നോക്കാം. ഗായ്സ്, ഇതാണ് നമ്മുടെ ഫുഡ് സ്ട്രീറ്റ്. ഇവിടെ ഫുള്ള് വെജ് ഫുഡാണ്. ഫുള്ള് വെജാണ്. ബർഗറിനൊക്കെ 20 rupees ഉള്ളൂ. മേക്കുന്നുണ്ടോ സ്പോട്ട് കറക്റ്റ് ചെറിയ ലൊക്കേഷൻ. ഇപ്പോൾ പാക്ക് കർ ദിയാ ദീദി. നമ്മളൊരു 2 ബർഗർ പറഞ്ഞിട്ടുണ്ട്. ബർഗറിന് 20 rupees ആണ്. ദീദി നമ്മുടെ ബർഗർ പാക്കാണ്. അതാണ് ബർഗർ. 2 സെറ്റ് മോമോസ് കഴിച്ചു. മോമോസ് ഇതാ ഫുൾ മോമോസ് 40 രൂപ. അത് 2 സെറ്റ് കഴിച്ചു. സാധനം കുഴപ്പമില്ല, നല്ല എരിവാണ്. ടിക്കറ്റ് നമുക്ക് ഇത് ഫുള്ള് മസാല ഉണ്ട് ഈ ഉണ്ടാക്കുന്ന മൊത്തം. നല്ല എരിവാണ്, നല്ല സ്പൈസിയാണ്. വായിൽ വെക്കുമ്പോഴേക്കും മുളക് പൊള്ളി പോകുന്ന സ്പൈസാണ്. നൂഡിൽസൊക്കെ ഫുള്ള് വെജാണ് കേട്ടോ. വെജിലുണ്ടാക്കുന്ന നൂഡിൽസാണ് പൂരൊക്കെ പൂര. ഗായ്സ്, ലൈറ്റൊക്കെ കുറവല്ലേ? എവിടെ ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഉണ്ടോ? ഒന്ന് അടിച്ചോണ്ടാ. ഒന്ന് കണ്ടാ, നീ ഒന്ന് അടിച്ചു തന്നാൽ മതി. ബർഗർ ഗായ്സ്, നമ്മൾ ബർഗർ തിന്നാൻ പോവാണ് ഗൈസ്. നല്ല സൂപ്പറാണ് ബർഗർ. ബർഗർ മയോണൈസ് வச்சுட்டாங்க. அப்புறம் கெச்சப். இதுதான் கெச்சப் நினைக்கிறேன். இது 2. இது நீங்கள் உங்கள் பர்கர் நீங்கள் பார்த்துக்கோங்க.
Okay. I have my burger, so I'm eating my burger. So let's eat. Mani adichero. So Mani is taking the video. Hey, camera tharla. Padu kittava. Enna irka, oil irka kaila. Flash light pudichiko. Light, okay. This is the burger. Look at it. I think this is fully filled with veg, and let me add some mayonnaise. Look at the mayonnaise, man. This is made of potato. I think. No. കിഴങ്ങിൽ ഉണ്ടാക്കിയ സാധനം എന്നടാ 8 കിലോമീറ്റർ നമ്മൾ 8 കിലോമീറ്റർ ആണല്ലേ ഇതുവരെ இது என்ன தெரியாது ரொம்ப மதுரமாக இருக்குது நல்ல மதுரம் உண்டு எந்த சாதனம் அறியல ஸோ லெட்ஸ் ட்ரை இட் கைஸ் கொஞ்சம் அப் பண்ணுங்கிறேன் കാണണോ സൂപ്പർ amazing. നമ്മുടെ നാട്ടിലെ ഒരു ബർഗറിന് എത്ര വരും എങ്ങനെ വരും മിനിമം 99 രൂപ വരും അല്ലേ ഇനി 20 രൂപ ഉള്ളൂ 20 രൂപ വെറും 20 രൂപയുടെ ബർഗറാണ് ഫുൾ വെജ് ആൻഡ് സൂപ്പർ ടേസ്റ്റി ഇതേപോലത്തെ ഒരു ബർഗറിന് 20 രൂപ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു ബണ്ണിന് 10 രൂപ വരും ആലോചിച്ച് 10 രൂപയുടെ ബർഗറിന് വിളിച്ച സാധനം അവർ വെച്ച് തരുമോ ഒരിക്കലില്ല സോ 20 രൂപയുടെ സാധനം സൂപ്പർ ടേസ്റ്റി അത് നമ്മുടെ കൺമുമ്പിൽ നിന്നാണ് ഉണ്ടാക്കുക നല്ല വൃത്തിയായിട്ട് ആൻഡ് സൂപ്പറായിട്ട് ഉണ്ടാക്കുന്നതാണ് അത്രയും ടേസ്റ്റിൽ ഞാൻ ഇതുവരെ കഴിച്ചില്ല 20 രൂപയ്ക്ക് കേട്ടോ Veg patty is very amazing, man. Very tasty. I don't know. This is very tasty. ഉള്ളിയൊക്കെ ഉണ്ട് പക്ഷെ ഉള്ളിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല You must try it. നിങ്ങൾ ആരെങ്കിലും ചന്തികള് വരുവാണല്ലേ സ്പോട്ടിൻ്റെ പേരൊന്നും അറിയില്ല പക്കോൻചാലോ പാച്ചിക്കോലോ എന്നാണ് ഞാൻ വീട്ടിൽ മണ്ടയിൽ കാണിച്ചിട്ടുണ്ട് ആ സ്പോട്ടിലേക്ക് വരാം കഴിക്കാം അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ വേറെ മൂടാണ് കഴിഞ്ഞു ഇനി ഡ്യൂ കൂടി കഴിക്കാം കുറച്ച് ഡ്യൂ ഉണ്ട് ഡ്യൂ ബാക്കില്ലേ ഉണ്ടോ കുറച്ച് ഡ്യൂ ഉണ്ട് Look at it. Very, very satisfying. ഇപ്പം എന്താ പറ്റി അറിയില്ല സാധനം തന്നെ സ്വിച്ച് ഓഫ് ആയിപ്പോയി എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കിട്ടിയില്ല സോ നമുക്ക് ബസ് കിട്ടിയില്ല നമ്മൾ കാരണം അവിടെ ബസ് വന്നായിരുന്നു അപ്പോൾ ബസ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ കുറച്ച് മാറിപ്പോയി അപ്പോൾ അവർക്ക് തിരക്കായതുകൊണ്ട് അവർ പോയി സോ നമ്മൾ ഇതാ നൈസിൽ ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഊബറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാറ്ററി ചാർജ് ഇങ്ങനെ നല്ലോണം ഡ്രെയിൻ ആവുന്നുണ്ട് സോ നമ്മൾ ഇപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെന്ന് അറിയത്തില്ല നല്ല ട്രാഫിക് ഉണ്ട് സോ ഇവിടുന്ന് അറൗണ്ട് ഒരു 3 കിലോമീറ്റേഴ്സ് അങ്ങോട്ടേ ഉള്ളൂ സോ നമുക്ക് അവിടെ എത്തുമ്പോൾ നമ്മളിനി 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് സോ അവിടുന്ന് നമ്മൾ കസോളിലേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി സോ നമ്മുടെ ബസ് അവിടെ വെയിറ്റിംഗ് ആണ് 11 o'clock കണ്ടാണ് ബസ് എടുക്കുന്നത് നമ്മൾ ഇച്ചിരി നേരത്തെ ചെന്നേക്കാൾ വിചാരിച്ച് നമ്മൾ ഇവിടെ നേരത്തെ ഇറങ്ങി ഇനി നമുക്ക് പരിപാടി ഒന്നുമില്ല നമുക്ക് ഈ ബസ്സിൽ പോകും 6 മണിക്കൂർ ഇറങ്ങുകൊണ്ട് കസോളിൽ നമ്മൾ മണിക്കാറിൽ സ്റ്റേ ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് കറൻ്റ് വേറെ ഐഡിയ ഒന്നുമില്ല സോ നമ്മൾ നേരെ പോകുന്നു അശാനാണ് നമ്മുടെ ഊബർ ഡ്രൈവർ 270 rupees സംതിങ് ആണ് ഇവിടെ നമ്മളിപ്പോൾ അറൗണ്ട് ഒരു 20 kilometers ആണ് പിന്നെ നമ്മൾ റേറ്റ് നോക്കിയില്ല അങ്ങോട്ട് വന്നു ഓക്കെ ലെറ്റ്സ് സീ യു അറൗണ്ട്